ബബിൾസ്. വൗ, ബിഗ് സൈസ് ബബിൾസ്. ബബിൾസ് ആദ്യം നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. പുറത്തെടുത്തിട്ട് ഇതുപോലെ ചെയ്യണം. ഇനി ഇങ്ങനെ നമ്മൾ അങ്ങോട്ടാക്കുമ്പോൾ ബബിൾസ് പോവും. ഇനി കുറച്ചും കൂടെ എടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പൊ നല്ല ബബിൾസ്. ഓ, ആദ്യം പൊട്ടിപ്പോയി. നമുക്ക് വേറൊരു ബബിൾസ് നോക്കാം. ഇതെന്തായാലും വരും. എനിക്കൊന്നും ശരിയായിട്ട് വരുന്നില്ലല്ലോ. ഇതെന്തായാലും ഫൈനൽ. നമ്മുടെ കറുമ്പം വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പുതിയ ടോയ്. ഈ ടോയുടെ കൂടെ ഞങ്ങൾക്കൊരു 100 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ടോയ്സിൻ്റെ കൂടെ റുപ്പി. നമുക്ക് ഈ ഡോളിന് ആദ്യം ബാത്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബാത്ത് ടബിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിന് പകരം ഇതിട്ടിട്ട് നമുക്ക് ഈ ഒരു ഡോളിനെ കുളിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സോപ്പൊക്കെ തേച്ച് കൊടുക്കാം. സോപ്പ് തേച്ച്. ഓ, വാവയ്ക്ക് വിശക്കുന്നു. വാവയ്ക്ക് കുറച്ച് പാല് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് വായൊക്കെ തുടച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് ബേബിക്ക്. നമുക്ക് ടോയ്ലറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ടോയ്ലറ്റിൽ എഴുതാം. ഓക്കെ, നമ്മുടെ ബേബി ടോയ്ലറ്റിലൊക്കെ പോയി. ഇനി നമുക്ക് ടോയ്ലറ്റ് ക്ലോസ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വെള്ളത്തിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇനി ദേഹമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം ബേബിക്ക്. ഓ, ബേബിയുടെ ബാക്കൊക്കെ നന്നായിട്ട് തുടച്ച് നമുക്ക് ഈ ഒരു ചെയറിൽ ബേബിയെ ഇരുത്താം. ഇന്നാ ബേബി കഴിച്ചോ? ഞം 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 ഞം. ഇനി നമുക്കൊരു ക്യാരറ്റ് കൊടുക്കാം. ഞം 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 ഞം. ഇനി നമുക്കൊരു ഓറഞ്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്ട്രോബെറി കൊടുക്കാം. ഞം ഞം. സ്ട്രോബെറി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞം 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 ഞം. ഓ, ബേബി പോയി വീണു. പൊട്ട് സോറി. ഇന്നാ ഗ്രേപ്സ് കഴിച്ചു. ഈ വാവ ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലടി വാവേ. എപ്പോഴും ചേട്ടന്റെ മടി വന്നിരിക്കുക അല്ലേ? അപ്പൊ ഈ ചക്കരക്കുട്ടി ചേട്ടനെ മോക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഈ പാല് നീ കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം. നല്ല രുചി. കൊതിച്ച് പാറ് മൊത്തം കുടിച്ച് കളഞ്ഞ. എനിക്കൊരു ഇച്ചിരി പോലും തന്നില്ല. എനിക്ക് പാല് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാല്. വേണ്ട, പാറുമോള് കുടിച്ചോ ആ പാല്. എന്റെ പാറുമോള് പാല് മാത്രമല്ലേ കുടിക്കൂ. ചേട്ടന് ഇനി പാല് വേണ്ട, മോള് കുടിച്ചോ. സമ്മതിക്കത്തില്ല.
ഈശ്വര രക്ഷിക്കണേ. ഏട്ടാ ഏട്ടാ എണീക്ക്. ഏട്ടാ നേരം വെളുത്തു. ഏട്ടാ അല്ല എണീക്കുന്നില്ലേ? പോവണ്ടേ? ആ ദേ എണീക്കുക. നീ അടുക്കളയിലോട്ട് ചെല്ല്, എല്ലാം റെഡിയാക്ക്. എനിക്കിന്ന് നേരത്തെ പോണം. ആ ദേ ഇപ്പം റെഡിയാക്കാം. ഏട്ടാ പിള്ളേരെ കൂടെ അങ്ങ് വിളിച്ചേക്ക്, ഇന്ന് സ്കൂളുള്ളതല്ലേ. മോളെ മോളെ അശ്വതി, അശ്വതി എണീക്ക്, പഠിക്കാൻ പോണ്ടേ? അച്ഛൻ പോയി റെഡി ആവട്ടെ. മോള് ശിവയെയും ഗൗരിയൊക്കെ വിളിച്ചുണത്ത്, ഇന്ന് സ്കൂളിൽ പോണ്ടേ? ശിവ ശിവ എണീക്കടാ, എടാ പഠിക്കാൻ പോണ്ടേ? ശിവ ശിവ പേടിച്ചു പോയോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഞാൻ കൊക്കേന്ന് വീണെന്ന്. നീ പോയി പല്ലൊക്കെ തേക്ക്, ഞാൻ പോയി ഗൗരിയും കൂടെ വിളിക്കട്ടെ. ഗൗരി ഗൗരി. അമ്മേ എന്റെ വയറ്. ഈ പെണ്ണിത് എന്തുവാ കാലത്ത് കിടന്ന് കാണിക്കുന്നത്? ഞാൻ ഗൗരിയെ വിളിക്കാൻ വന്നേ അമ്മമ്മേ. ഗൗരി എടി എണീക്ക്, പഠിക്കാൻ പോണ്ടേ? ഇന്നലെ നീ ഹോംവർക്കും ചെയ്തില്ല, ബുക്കൊന്നും ഒതുക്കി വെച്ചില്ല. ടൈം ടേബിളൊക്കെ നോക്കിയായിരുന്നോ നീ? ഗൗരി ചേച്ചിക്ക് ഇത് എന്തുവാ? ഒരെണ്ണാനും സമ്മതിക്കത്തില്ലേ? ചേച്ചി പോ, ഞാൻ വന്നോളാം. എടി നീ ഇന്നലെ ഹോംവർക്കും ചെയ്തില്ല, ടൈം ടേബിളും നോക്കിയില്ല. പെട്ടെന്ന് എണീക്ക്, അമ്മയുടെ നിനക്ക് നല്ല അടി കിട്ടും. സ്കൂൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത്, ബസ് വന്നിട്ട് ബസ് പോവും. ഗൗരി നല്ല ഉറങ്ങിക്കിടന്നായിരുന്നു. നീ വേണമെങ്കിൽ എണീച്ചാ മതി, ഞാൻ പോവാ. ഞാൻ പോയി പല്ലൊക്കെ തേക്കട്ടെ. ശിവ ബ്രഷ് ഇങ്ങോട്ട് കാണിക്ക്. അശ്വതി അല്ല, ഈ ഗൗരിക്കുട്ടി ഇതുവരെ വന്നില്ലേ? ആ ഇവിടെ വന്നിരിക്കുക. നിനക്ക് സ്കൂളിൽ പോണ്ടേ? വാ ഇങ്ങോട്ട് വന്ന് പല്ല് കേക്ക്. ആ മക്കളെ, ഇന്ന് അച്ഛനാ കുളിപ്പിക്കുന്നത്. ഇന്ന് മാമനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്. അച്ഛാ, ആ മാനവന്റെ വീട്ടിൽ അടിപൊളി ഷവറുണ്ട് അച്ഛാ. ഞങ്ങൾ എന്താ ഇങ്ങനെ പുറത്തേക്ക് കുളിക്കുന്നത്? ഒരു ബാത്റൂം പോലും ഇല്ല ഈ വീട്ടിൽ. മോളെ, നമ്മളെപ്പോഴും നമുക്ക് താഴെയുള്ളവരെ നോക്കുക, ഒരിക്കലും നമുക്ക് മുകളിലോട്ടുള്ളവരെ നോക്കരുത്. നമുക്ക് അത്രയൊന്നും എത്തിപ്പെടാൻ സാധിക്കില്ല. നമുക്ക് താന്ന് എത്രയോ പേരുണ്ട് സ്വന്തം വീട് പോലും ഇല്ലാതെ. ഈശ്വരൻ നമുക്ക് ഇത്രയൊക്കെ തന്നില്ലേ? പിന്നെ എൻ്റെ മോടെ ആഗ്രഹമല്ലേ ഇപ്പം ഷവറിൽ കുളിക്കണം. അതിനച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. 9 1 + 2 10. ഒന്നാമത്തെ ആൻസർ അറിയത്തില്ല, രണ്ടാമത്തെ ആൻസർ നോക്കാം. 8 + 1. ഇത് സിമ്പിളാ, 9. ഇതുപോലെ ആയിരുന്നെങ്കിൽ എല്ലാം പെട്ടെന്ന് അങ്ങ് എഴുതാറുണ്ട്. അടുത്ത 9 + 1 + 2. ഇതൊക്കെ എങ്ങനെ എഴുതാനാ മനുഷ്യൻ? അടുത്ത 6 + 2. 6 7 8 8 8. അടുത്ത 7 + 4 5 6 7 8 8 8 ആണോ? ഇതിന്റെ ആൻസർ എന്തുവാ? അവന്റെ ആൻസർ ഷീറ്റിൽ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട്? ഇവ ഇത്ര പെട്ടെന്ന് മൊത്തം എഴുതിയോ? 7 + 4 11. 11 എഴുതാം. 11 11 11.
കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ചെക്കൻ്റെ ഒരു കാര്യം നശിപ്പിച്ച്. എനിക്ക് മൊത്തം ആൻസറും കിട്ടണം. ചിൽഡ്രൻസ്, സമയം കഴിയാറായി. എല്ലാവരും എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. അയ്യോ, സമയം കഴിയാറായോ? എനിക്ക് 2 ആൻസറും കൂടി കിട്ടാനുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല, ഫുള്ള് മാർക്ക് കിട്ടണം. ഐഡിയ. ടീച്ചർ ബുക്ക് നോക്കിയിരിക്കുക, ഇത് തന്നെ തക്ക. എനിക്ക് വേറെ ഒരു നിവർത്തിയില്ല, എനിക്ക് ഫുള്ള് മാർക്ക് വാങ്ങിയേ പറ്റൂ. അയ്യോ, ആരും കാണല്ലേ, ആരും കാണല്ലേ, ആരും കാണല്ലേ. എന്റെ ഈശ്വരാ, ടീച്ചർ കണ്ട തീർന്നു. ആരും കാണല്ലേ, ആരും കാണല്ലേ. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ടീച്ചർ കാണും. എങ്ങനെയാണ് ഇപ്പൊ ഒന്ന് കോപ്പി അടിക്കുന്നേ? ഓ, ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3+4, 3+4, 3+4. ഇവരൊന്നും കാണുന്നില്ലല്ലോ. കിട്ടി. 3+4 7. ആൻസർ കിട്ടി. ഇനി ഒറ്റ ആൻസറും കൂടെ ഉള്ളേ. 9+1+2. 9+1+2. 9+1+2. ഗൗരി, അയ്യോ, ഗൗരി എന്താ അവിടെ നോക്കുന്നത്? ഞാനൊന്നും നോക്കിയല്ല ടീച്ചർ. എന്താ ഗൗരിയുടെ കയ്യില്? അയ്യോ, ഒന്നുമില്ല ടീച്ചർ. ഗൗരി എന്താ അവിടെ നോക്കിയത്? ഞാൻ കണ്ടല്ലോ. എന്താ ഗൗരിയുടെ കയ്യില്? എന്റെ കയ്യില് പേപ്പറും പെൻസിലും. ഗൗരി, എന്തായിരുന്നു ഗൗരിയുടെ കയ്യിലിരുന്നത്? ഞാൻ കണ്ടല്ലോ. എന്റെ കയ്യില് പെൻസിലും പേപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറ ഗൗരി. സത്യം. ബുക്കോ? മാത്സ് ബുക്ക്? ഇതെങ്ങനെ ഇവിടെ വന്നു? അത് എനിക്ക് അറിയില്ല. അറിയില്ലേ? ഇതെങ്ങനെ ഗൗരിയുടെ ഡെസ്കിന്റെ അടിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് വന്നു? സത്യം പറ ഗൗരി. എനിക്കറിയില്ല, ചിലപ്പോ ആരെങ്കിലും തട്ടിയിട്ടതാവും. അതെന്താ ഗൗരിയുടെ ഡെസ്കിന്റെ അടിയിൽ തന്നെ ഇത് തട്ടിയിട്ടത്? ഗൗരി ഇതിന്ന് നോക്കി എഴുതിയല്ലേ? സോറി, ഞാൻ അറിയാതെ ചെയ്തതാ. ഒരു ആൻസർ മാത്രമേ ഞാൻ നോക്കിയോളൂ. എനിക്ക് നല്ല വെരി ഗുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാ. സോറി ടീച്ചറെ. ഗൗരി, നീ ഇപ്പൊ ചെയ്തത് വലിയ ഒരു തെറ്റാണ്. ആൻസർ അറിയില്ലായിരുന്നെങ്കിൽ നിനക്കത് സ്കിപ്പ് ചെയ്താ പോരായിരുന്നോ? ഞാൻ അറിയാണ്ട് ചെയ്തതാ. മതി, ഇനി നീ എക്സാം എഴുതണ്ട. ടീച്ചറെ, അങ്ങനെ പറയരുത്. ഞാനിനി ചെയ്യൂല. ഒരു കാര്യം ചെയ്യ്, ആ എക്സാം പേപ്പർ എടുക്ക്. ടീച്ചറെ, നാളെ നിനക്ക് മാത്രമേ എക്സാം സ്പെഷ്യൽ ആയിട്ടുണ്ട്. അത് എഴുതിയാ മതി. നീ ഇപ്പൊ തൽക്കാലം ഇത് വെച്ചിട്ട് പഠിക്കാൻ നോക്ക്. പഠിച്ചിട്ട് നാളെ നിനക്ക് എക്സാം ഉണ്ട്, കേട്ടോ? ഗൗരി ഇന്നലെ സുഖമില്ലാതെ കിടന്നതുകൊണ്ട് അവൾക്ക് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇളവ് ഞാൻ ഗൗരിക്ക് കൊടുത്തത്. വേറെ ആരും ഇതുപോലൊരു തെറ്റ് ചെയ്യരുത്, കേട്ടോ? ടീച്ചർ, യെസ്. ശിവ, ശിവയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ടീച്ചർ, അവൻ ഒരേ ഒരു നിർബന്ധം, എക്സാം എഴുതണോന്ന്. എങ്ങനെയെങ്കിലും ഒന്ന്. ഈ ഒരു അവസരത്തില് എങ്ങനെയാ? ടീച്ചറെ, എനിക്ക് എക്സാം എഴുതണം ടീച്ചറെ. പ്ലീസ് ടീച്ചറെ, വേണ്ടാന്ന് പറയല്ലേ ടീച്ചറെ. അവന്റെ എക്സാം ഞാൻ എഴുതാൻ ടീച്ചറെ. അവൻ ആൻസർ ഒക്കെ പറയും, ഞാൻ ബുക്കിൽ എഴുതും. അത് പ്ലീസ് ടീച്ചർ, എന്തെങ്കിലും ഒരു. എന്നാ അശ്വതി എഴുതട്ടെ. ശിവ, 4+3. 4+3 6 7 7. ഓക്കേ, നെക്സ്റ്റ്. ഈ പെണ്ണേക്ക് മുന്നിൽ
എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി താമേ. എന്ത് വേണം? എന്താണെങ്കിലും കുഴപ്പമില്ല, അമ്മയ്ക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കി താമേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, നമുക്ക് ഡോറ കേക്ക് ഉണ്ടാക്കാം. ഓ, എന്റെ ചക്കരമ്മ. സോപ്പ് മതി മതി, ചെല് പോയി അവിടെ ഇരിക്കി, അമ്മ ഉണ്ടാക്കിയിട്ട് വിളിക്കാട്ടോ. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നാളാ. ദേ, നിങ്ങളെല്ലാരും അറിഞ്ഞോ? അമ്മ ദേ ഡോറ കേക്ക് ഉണ്ടാക്കാൻ പോണേ. ഡോറ കേക്ക്. ദേ, ബാർബി മിനി സീരീസിലെ കുട്ടിച്ചാത്തൻ തുടങ്ങി. കുട്ടിച്ചാത്തൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങള്. അമ്മ, ഡോറ കേക്ക് പാദുസിന് വേണം. പാറൂസിന് തരാലോ. ആഹാ, ഡോറ കേക്ക് എന്ന് പറഞ്ഞപ്പോ ഇതിപ്പോ എല്ലാരും എത്തിയല്ലോ. ഒരു കാര്യം ചെയ്, നിങ്ങൾ എല്ലാരും ദേ ഈ സൈഡിലോട്ട് വന്നിരിക്കും, അപ്പോ വല്യമ്മ ഇത് ഉണ്ടാക്കി തരാട്ടോ. മീനൂട്ടി, മീനൂട്ടി, എന്തോ വേണം? ഡോറ കേക്ക് തിന്നാൻ വന്നേണോ? ദേ ഇവിടെ ഇരിക്കും, വല്യമ്മ ഡോറ കേക്ക് ഉണ്ടാക്കി തരാട്ടോ. ഓ ഓ ഓ ഓ, ആദിമോനെ, അയ്യേ, ഉടുപ്പോലില്ലാണ്ടാണോ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? മോനൂട്ടി ഇങ്ങോട്ടിരിക്കട്ടോ. എന്റെ പാറൂട്ടിക്ക് സ്ഥലം തരാലോ. എന്റെ പാറൂട്ടി ഇങ്ങോട്ടിരിക്കട്ടോ. അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണോ ഇത്? അതിന് കുറേ സാധനങ്ങൾ വേണം. ആദ്യം നമുക്ക് മൈദാമാവ് എടുക്കാം. അയ്യോ, മൈദാമാവ് എടുത്തിട്ട് നമുക്കിത് ഒരു സ്പൂൺ വെച്ച് ഇതിലോട്ട് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അമ്മ പോയി പൊടിച്ച പഞ്ചസാര കൂടി എടുക്കട്ടെ. ഇതുകൂടി ഇതിലേക്ക് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ, അത് നമുക്ക് കുറച്ച്, അയ്യോ, ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുപ്പില്ലാത്ത പാല് കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുട്ടയും പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതെ, നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിന്റെ ഫുൾ റെസിപ്പി സുമിസ് ടേസ്റ്റ് കിച്ചൺ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. നിങ്ങൾ സുമീസ് പാൻകേക്ക് എന്ന് സെർച്ച് ചെയ്താലേ ഇതിന്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അമ്മമാർക്ക് പറയണേ നിങ്ങൾ സുമീസ് ടേസ്റ്റ് കിച്ചൺ കാണാൻ. അമ്മേ, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ അമ്മേ. എന്റെ വായിലങ്ങ് വെള്ളം വരിക. എനിക്കങ്ങ് കൊച്ചായിട്ട് വയ്യ അമ്മേ. ഇതിപ്പോ എല്ലാരും കൊതിവിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതേ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി പാൻ അടുപ്പിലോട്ട് വെക്കാം. ഈ പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബാറ്ററി ഇല്ലേ, അതിതേ ഇതുപോലെ എടുക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ ദോശയൊക്കെ ചുടുന്ന കണക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്താൽ മതി.
ഇതിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കാം. സുമീസ് ടേസ്റ്റി കിച്ചൻ പാൻ കേക്ക് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അതെ, ഒരു വശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതേ നമ്മുടെ ഡോറ കേക്കിൻ്റെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതേ ഇത്രയും പാൻ കേക്ക് കിട്ടി നമുക്ക്. വേണ്ട വേണ്ട, ഇനിയുണ്ട് പണി. അതിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് കഴിക്കാം മോളെ. അവിടെ ഇരിക്കട്ടോ, അമ്മ വേഗം ഫില്ലിങ്സ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ചട്ടി അങ്ങ് മാറ്റാം, അല്ലെങ്കിലേ കൈ പൊള്ളും. ഇനി നമുക്ക് ചെറിയ ഒരു പാൻ്റെ ഇതുപോലെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് നമുക്ക് പാൻ കേക്കിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം ദേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്താ മോളെ നീ കാണിക്കുന്നത്? അവള് കുഞ്ഞല്ലേ, അവക്ക് എന്താ അറിയാം? ഓ പോട്ടെടെ ചെല്ലാം, പോട്ടെ. പാറു ചേച്ചി അറിയാണ്ട് ചെയ്താട്ടോ. പാറു ചേച്ചിയും കുഞ്ഞല്ലേ, അവക്കൊന്നും അറിയില്ല. ഇന്ന് മോളിത് കഴിച്ചോട്ടോ. മീനാക്ഷി മോള് കരഞ്ഞോണ്ടല്ലേ ഞാൻ അതെടുത്ത് കൊടുത്തത്. നിങ്ങളിത് പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് ഒന്നും പുരട്ടണ്ടേ? എന്നാ എല്ലാവരും അടങ്ങി നിൽക്കേ, നിങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൻ കേക്കിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും കൊടുക്കാം. ന്യൂട്ടല്ല ചേർക്കാം, പീനട്ട് ബട്ടർ, നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനിതേ വേറൊരു പാൻ കേക്ക് കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മുടെ ഡോറ കേക്ക് സെറ്റ്. തരാടി, ദേ കട്ട് ചെയ്തിട്ടുള്ള വ്യൂ കൂടിയിട്ട് അമ്മ കാണിച്ചു തരാട്ടോ. Living life, every day, late at night, not okay, all I want. നല്ല മണം. Looking in the mirror, so foggy, but I've never seen clearer. Honestly, I'm not really sure I want saving. ഈ കുട്ടികളൊക്കെ എവിടെ പോയി? എന്റെ പൊന്നെ, എന്തൊരു ടേസ്റ്റ് ആയി ഇതിന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആഹാ പാറുസേ, നീ ആ ചോക്ലേറ്റ് മൊത്തം എടുത്ത് കഴിച്ചോ? ഇനിയുണ്ട് പാൻ കേക്ക്, അതിലെല്ലാം പുരട്ടാനുള്ളതാ. എനിക്ക് ചോക്ലേറ്റ് മാത്രം മതി. കണ്ടോ നമ്മുടെ കൊത്തിയൂറും ഡോറ കേക്ക്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോറ കേക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നുമില്ലടാ, ഒന്നുമില്ല. എന്താ അവള് ഗൗരി
കാര്യം എന്റെ കുഞ്ഞിനെ അടിച്ചൊരു പരുവാക്കിയല്ലേ ഗൗരി. നീ എന്റെ പാറോസിനെ അടിച്ചല്ലേടി? അടിച്ചടാ, ഇനി അടുത്തത് നിനക്കാ. അയ്യോ നിക്കടി അവിടെ, നിന്നെ ഇന്ന് അടിച്ച് ശരിയാക്കും നിന്നെ ഞാൻ ഇന്ന്. നിക്കടി അവിടെ, അവിടെ നിക്കാനാ പറഞ്ഞത്. എന്നെ ഇട്ട് ഓട്ടിക്കരുത് ഗൗരി. അയ്യോ ആരാടിയത്? അയ്യോ നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം. അമ്മേ, ആരാടി എന്നെ ചവിട്ടി തേച്ചോണ്ട് ഓടിയത്? അവിടെ നിക്കാനാ പറഞ്ഞത്. അടിച്ച് ശരിയാക്കും. നിനക്ക് കൊച്ചിനെ ഉപദ്രവം ഇത്ര കൂടുതലാ, ഇത്ര കൂടുതലാ. തല്ലോടി കുഞ്ഞിനെ, കുഞ്ഞിനെ അടിച്ചോടി. എടി നിന്നെ ഇളയതാണോടി അവള്? ആരാണ്? ഇനി കൊച്ചിനെ തൊട്ട അടിച്ച് പൊട്ടിക്കും നിന്നെ ഞാൻ. കേട്ടോടി? നിനക്ക് കൊച്ചിനെ ഉപദ്രവം ഇത്ര കൂടുതലാ, ഇത്ര കൂടുതലാ. തല്ലോടി കുഞ്ഞിനെ, കുഞ്ഞിനെ അടിച്ചോടി. എടി നിന്നെ ഇളയതാണോടി അവള്? അമ്മ ഇന്ന അമ്മ വാടി ഇത് വെച്ചിട്ട് അടി, എന്നാലേ അവള് പഠിക്കത്തോളൂ. നീ എടുക്കും മോനെ, അടിച്ച് അടിച്ച് പൊട്ടിക്കും നിന്നെ ഞാൻ. അഹങ്കാരം കാണിക്കോ? വെളിച്ചിട്ട് കാണിക്കോ? കാണിക്കോ? തല്ലോടി കുഞ്ഞിനെ, കുഞ്ഞിനെ തല്ലോടി. നിനക്ക് ഇളയതാണോടി അവള്? എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഇട്ട് കളിയാക്കുക അല്ലേ? മോളെ ഗൗരി, ഇങ്ങ് വാ. ഷെടാ, ഇതിപ്പോ ഞാൻ എന്താ ചെയ്ത്? ഞാനൊരു മാജിക് കാണിക്കട്ടെ. എന്റെ മാജിക്. Clap your hands, clap your hands. Listen to the music, clap your hands. Magic. ഇത് ചേച്ചിക്ക് മാജിക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാലോ. I have an idea. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫൺ ഗെയിം കളിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ 5 റിംഗ് ടോയ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് 5 റിംഗ് ടോയ്സ് എടുത്തിട്ട് നമുക്കിതുപോലെ എല്ലാം നമുക്കിതുപോലെ. ഇനി നമുക്ക് ഫസ്റ്റ് ആരാണോ ഈ റിങ്ങില് ഇതിട്ട് തീരുന്നത് അവരാണ് വിന്നർ. ഞാനും ഉണ്ട്. ഞാനും. നീ വേണ്ട, നീ പോടി. നിന്നെ ഞങ്ങള് കളിപ്പിക്കത്തില്ല. നീ ഞങ്ങളുടെ പാറൂസിനെ അടിച്ച് സൂപ്പാക്കിയില്ലേ? പോട്ട് ശിവ, അവൾ അറിയാതെ ചെയ്തതായിരിക്കും. ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് ഗൗരി. ചീത്ത കുട്ടികൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെല്ലേ, എല്ലാരും അവരവരെ സ്ഥലത്ത് പോയി നിക്ക്. ചെല്ലേ. ഓക്കേ, റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാരും തുടങ്ങിക്കോ. രണ്ടെണ്ണം എടുക്കാറാകുമ്പോ പെട്ടെന്ന് ജോലി കഴിയും.
കൊറേ എടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് വിജയിക്കും. എനിക്ക് ഫസ്റ്റ് ജയിക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യും? ഈ 2, 3, 4 എണ്ണം എടുക്കാം. ഓ 3 എണ്ണം തന്നെ എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ ഞാൻ ഇതിൽ കുടുങ്ങിപ്പോയേ. അയ്യോ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അയ്യോ എന്തൊരു പണിയാ ഗൗരി നീ കിടന്ന് കാണിക്കുന്നത്. 2 എണ്ണം വീതം കൊണ്ടുപോ. നിനക്ക് പറ്റാത്തത് എന്തിനാ നീ ചെയ്യുന്നത്? അങ്ങോട്ട് രക്ഷിക്കണേ എന്നെ. അഹങ്കാരത്തിന് കയ്യും കാലും ഉണ്ട്. എന്റെ പൊന്നോ രക്ഷിച്ചിട്ട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. എന്താ പെണ്ണ ഇത്? ഞാൻ വേഗം പോയി റിങ് എടുക്കട്ടെ. എല്ലാവരും കട്ടിൽ എനിക്ക് ഫസ്റ്റ് ജയിക്കണം. അയ്യോ അയ്യോ ഇതെന്ത് സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്? അയ്യോ ഇതല്ലല്ലോ. അയ്യോ ഓടിപ്പോയി വേഗം വേഗം എടുത്തോണ്ട് വരാം. Clap your hands, clap your hands, listen to the music, clap your hands. Clap your hands, clap your hands. അയ്യോ ഇത് ശരിക്കില്ല. ഇത് വേണ്ട. ഇതിനകത്ത് എന്തൊരു കളർ? യെല്ലോ, പിങ്ക്, ഗ്രീൻ, ബ്ലൂ. അയ്യോ ഇതിനകത്ത് ബ്ലൂ. അയ്യോ ഇതും ചേർന്നില്ലല്ലോ. ആ പിങ്ക് ഇപ്പൊ കറക്റ്റ് ആയി. ഗ്രീൻ, ബ്ലൂ. അയ്യോ ഗ്രീൻ അല്ലല്ലോ. ബ്ലൂ. ഓക്കേ ഓക്കേ ഓക്കേ. ഓ ടക്ക് ടക്ക് ടക്ക്. ഞാനാ ഫസ്റ്റ് ജയിച്ചത്. ജിങ് ചിക്ക. ഐ ജിങ്കടി ചിക്ക. ഞാൻ സെക്കൻഡ് വന്നേ. ജിങ്ക് ചിക്ക. ഐ ജിങ്കടി ചിക്ക. ഇനി ആകെ അവശേഷിക്കുന്നത് ഗൗരിയും അശ്വതിയും. അശ്വതിക്ക് എന്തൊരു സ്വഭാവമായത്. എപ്പോ നോക്കിയാലും കള്ളത്തരത്തിൽ കൂടെ വിജയിക്കാൻ നോക്കും. കള്ളത്തരത്തിൽ കൂടെ വിജയിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരിക്കലും വിജയിക്കത്തില്ല. സത്യസന്ധത എപ്പോഴും കാണിക്കണം. അവര് മാത്രമേ ജയിക്കത്തുള്ളൂ. ഗൗരി